ഹലോ ഹായ് ഇറ്റ്സ് മീ സിനിമാ ചേട്ടൻ. നമുക്കിന്ന് ഇപ്പോൾ റീസെന്റ് ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ റിലീസായിട്ടുള്ള ഒരു 5 ഗംഭീരമായ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ പറയാം ഈ ഒരു എപ്പിസോഡിൽ. അതായത് ഇപ്പോൾ ഏറ്റവും റീസെന്റ് ഇപ്പോൾ കുറച്ച് പുതുപുത്തൻ മലയാള സിനിമകളും അതുപോലെ തന്നെ തമിഴിലെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ ചിത്രങ്ങൾ നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 5 ചിത്രങ്ങൾ നോക്കാം. ലെറ്റ്സ് ഗോ. 2024 മലയാളത്തിൽ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് പണി. ഒട്ടുമിക്ക പേരും കണ്ട ഒരു ചിത്രം തന്നെ ആയിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒ ടി ടിയിൽ റിലീസ് ആയിട്ടുണ്ട്, അവർക്കും കാണാവുന്നതാണ്. അപ്പോൾ പണി എന്ന ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ ജോജോ ജോർജ് തന്നെയാണ്. അഭിനയിച്ചിരിക്കുന്നത് ജോജോ ജോർജ്, അതുപോലെ സാഗർ സൂര്യ, ജുനൈസ്, അങ്ങനെ ഒരുപാട് കുറെ പുതുമുഖങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ത്രില്ലടിച്ച് തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കേട്ടോ. കാരണം ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂർ നഗരം അത്യാവശ്യം ഇങ്ങനെ അടക്കി വാഴുന്ന കുറച്ച് പ്രമാണിമാരായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ജോജുവും അതുപോലെ ജോജുവിന്റെ കുറെ സുഹൃത്ത് വലയങ്ങൾ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദിവസം 2 ചെറുപ്പക്കാരിൽ നിന്നും നേരിടുന്ന ഒരു ചെറിയൊരു പ്രശ്നം, ആ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു റിവഞ്ച്. അതായത് ആ ഒരു 2 ചെറുപ്പക്കാരെന്ന് പറയുന്നത്, 2 പയ്യന്മാരെന്ന് പറയുന്നത് തികഞ്ഞ 2 സൈക്കോ ക്രിമിനൽസ് ആണ്. അപ്പൊ ആ ക്രിമിനൽസിന്റെ കയ്യിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാവുന്നതും പിന്നെ ആ പ്രമാണിമാരായ അവർക്ക് ജോജോനും സുഹൃത്തുക്കൾക്കും ഒക്കെ നേരിടേണ്ടി വരുന്ന, ആ പയ്യന്മാർ കാരണം നേരിടേണ്ടി വരുന്ന കുറേ അധികം പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രം ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഗംഭീരമായി നമുക്ക് എന്താണ് ത്രില്ലടിച്ച് തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരുപാട് പേര് കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയുണ്ടായി. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് ത്രില്ലടിച്ചു. ഇപ്പോൾ മാർക്കോ എന്ന മൂവിയുടെ അത്രയൊന്നും വയലൻസും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലും അത്യാവശ്യം കുറച്ച് വയലൻസ് ആയിട്ടൊക്കെ തന്നെ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഗംഭീരമായി വില്ലന്മാരെ നമുക്ക് ഈ പറയും പോലെ അടിച്ചു കൊല്ലാനായിട്ട് തോന്നുന്ന കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സീ ടച്ച് ത്രില്ലർ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സോണി ലീവിൽ ചിത്രം ലഭ്യമാണ്, കാണാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റിൽ 2ാമത്തെ ചിത്രം വേണം. നിന്റെ കയ്യിലാവന്മാരെ കിട്ടും, ചതച്ചേക്കണം. 2024 മലയാളത്തിൽ ഒരു ഫാന്റസി ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ബറോസ് എന്ന ചിത്രത്തെ പറ്റി ഞാൻ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഒട്ടുമിക്ക പേരും ചർച്ച ചെയ്ത ഒരു ചിത്രം തന്നെയാണ്. കാരണം ഇതിന്റെ സംവിധായകൻ മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ, പ്രിയ നടൻ മോഹൻലാൽ തന്നെയാണ് ഇതിന്റെ ഡയറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ലാലേട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയും അദ്ദേഹത്തിന്റെ ആ ഒരു റിയൽ ക്യാരക്ടർ എങ്ങനെയോ അതുപോലെ തന്നെ ഒരു കുട്ടിത്വമായിട്ടൊക്കെ ഈ ഒരു ചിത്രം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ഒരു ചിത്രവുമാണ് ബറോസ്. നമുക്കൊരു കാർട്ടൂൺ കാണുന്ന ഒരു ഫീലിലൊക്കെ കണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ തിയേറ്ററിലാണെങ്കിൽ ഇതൊരു 3D ചിത്രമാണ്. നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ച് അത്യാവശ്യം നല്ല ഇമ്പാക്റ്റിലൊക്കെ കണ്ടിരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് OTT പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ നമുക്ക് അടുത്തുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ആ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു പുതുമ തോന്നുമോ എന്ന് എനിക്കറിയില്ല മൊബൈൽ സ്ക്രീനിലൊക്കെ കാണുന്ന ഒരാൾക്ക്. ചിത്രത്തിന്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ നിധി കാക്കുന്ന ഒരു ഭൂതം, അതാണ് ബറോസ് എന്ന ലാലേട്ടൻ ചെയ്ത കഥാപാത്രം. ആ നിധി കാക്കുന്ന ഭൂതം ആ നിധി ഇങ്ങനെ കാത്തു വെക്കുകയാണ്. അതായത് തലമുറ കുറെ കഴിഞ്ഞ് ആ നിധിയുടെ യഥാർത്ഥ അവകാശി വരുമ്പോൾ ആ നിധി കൈമാറാനായി ആ ഭൂതം നിധി മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു. അതാണ് ചിത്രത്തിന്റെ ഒരു കഥയുടെ ഒരു ചെറിയൊരു ഓൺലൈൻ എന്ന് പറയാം. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ അധികം സംഭവങ്ങളും കുറച്ച് ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. അത്യാവശ്യം നമുക്ക് OTTയിൽ തെറ്റില്ലാതെ ബോറില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കും. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെയധികം എൻഗേജിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലധികം രസിച്ച് കണ്ടിരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ചിത്രം Disney+ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ലിസ്റ്റിൽ 3ാമത്തെ ചിത്രം വേണം. மற்றவங்களுக்காக சிந்தர கண்ணீரை விட ஒரு மகத்தான விஷயம் இந்த உலகத்திலே 2024 മലയാളത്തിലെ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കിഷ്കിന്ധ കാണ്ഡം. ആസിഫ് അലി, വിജയരാഘവൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങൾ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മുടെ വിജയരാഘവൻ ചെയ്ത കഥാപാത്രം എന്ന് പറയുമ്പോൾ ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹം ഒരു വനത്തിനുള്ളിലെ ഒരു ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ ഈ വിജയരാഘവന്റെ മകനാണ് ആസിഫ് അലി. ആസിഫ് അലിയുടെ
വിവാഹമാണ് ചിത്രത്തിന്റെ ആദ്യം കാണിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നിടത്ത് നിന്നാണ് ചിത്രം തുടങ്ങുന്നത്. അതായത് ആദ്യ ഭാര്യ മരിച്ചുപോയി, അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. മകൻ അതിനുശേഷം ഒരു സംഭവത്തിൽ കാണാതാവുകയാണ്. മകനെ പിന്നെ ആരും കണ്ടിട്ടില്ല, കൊച്ചുകുട്ടിയാണ്. അങ്ങനെ ആസിഫ് അലി പുതിയതായിട്ട് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അവൾ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് അതിനുശേഷം ഈ വിജയരാഘവന്റെ പെരുമാറ്റത്തിലൊക്കെ തോന്നുന്ന ചില ദുരൂഹമായ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടി, ആസിഫ് അലിയുടെ ഇപ്പൊ വന്ന ഈ ഭാര്യയായ പെൺകുട്ടി മുൻ ഭാര്യയുടെ മരണം, അതുപോലെ ആ മകന്റെ തിരോധാനമൊക്കെ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കുകയാണ്. അതും ഈ ഒരു വിജയരാഘവന്റെ എന്തോ ഒരു അസ്വാഭാവികമായ പെരുമാറ്റമൊക്കെ തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ എന്താണെന്നൊക്കെ കണ്ടെത്തുന്ന ഒരു ഗംഭീരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ഒരു സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെയധികം തന്നെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ വളരെയധികം ലാഗ് ഫീൽ ചെയ്ത് ഇങ്ങനെ പോകും. സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു രീതിയിലോട്ട് പോകും. എന്നിരുന്നാലും OTT ആയതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് കിഷ്കിന്ധ കാണ്ഡം എന്ന ഈ ഒരു ചിത്രം. കണ്ടില്ലാത്തതുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ചിത്രം അവൈലബിൾ ആണ്. അപ്പോൾ ലിസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമാണ്. സംശയങ്ങളാണ്, ഉറപ്പാക്കാണ്ട് പറയാനും ഒരു ഓൾറെഡി നാട്ടിൽ 100 കഥകളുണ്ട്. ഇനിയിപ്പോ വീട്ടിൽ നിന്നും കൂടെ തുടങ്ങാം. 2024 മലയാളത്തിൽ തന്നെ ഒരു കോമഡി ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഐ ആം കാതൽ. നസ്ലനാണ് പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഏടിയാണ്. ഗിരീഷ് ഏടി ആരെന്ന് നമുക്കറിയാം. കാരണം പ്രേമലു എന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് ഗിരീഷ് ഏടി. അദ്ദേഹത്തിന്റെ 2024 തന്നെ ഇറങ്ങിയ 2ാമത്തെ ചിത്രമാണ് ഐ ആം കാതലൻ എന്ന ഈ ഒരു ചിത്രം. ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ നസ്ലിൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് വിഷ്ണു എന്നാണ്. ഈ വിഷ്ണു എന്ന കഥാപാത്രത്തിന്റെ ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു വൈരാഗ്യം, ആ ഒരു റിവഞ്ച് അവനെ എവിടെ കൊണ്ടെത്തിക്കുന്നു, അല്ലെങ്കിൽ ആ വൈരാഗ്യത്തിൽ നിന്നും ഉണ്ടാവുന്ന കുറെ ഗംഭീരമായ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രം ചർച്ച ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഹാക്കിംഗ് എന്നൊക്കെ പറയും പോലെ കുറെ സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നു. ചിത്രത്തിന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗിരീഷ് ഏടി ചെയ്ത പ്രേമലു എന്ന ആ ഒരു സൂപ്പർ ഡൂപ്പർ മൂവിയോട് കമ്പയർ ചെയ്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. കാരണം ഒറ്റ ഒരു ഗ്രാഫ് ലെവലിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ പോകുന്ന ഒരു ചിത്രം തന്നെയാണ്. നമ്മൾ ഒരിടത്തും ഒരു എക്സ്ട്രീമിലോട്ടോ ഒന്നും പോകുന്നില്ല. തെറ്റില്ലാതെ ഒരു തവണ OTT കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ ചിത്രം ലഭ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് റീസെന്റ് OTT പ്ലാറ്റ്ഫോംസിൽ റിലീസ് ആയിട്ടുള്ള മൂവീസിന്റെ വിശേഷങ്ങൾ. തുടർന്നും ഇത്തരത്തിലുള്ള ഗംഭീരമായ എപ്പിസോഡ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.